70 വയസ്സിലും മുടി നരയ്ക്കത്തില്ല. നരച്ച മുടീനെ കട്ടക്കറുപ്പാക്കാനും മുടി നല്ലപോലെ ആർത്ത് കിളക്കാനും ഡാൻഡ്രഫ് മാറാനും സ്കാൽപ്പ് ക്ലീൻ ആകാനുമുള്ള അടിപൊളി ഒരു ടിപ്പുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. 5 മിനിറ്റിനുള്ളിൽ നമുക്ക് ലൈവായിട്ട് റിസൾട്ട് കൂടെ കാണിച്ചു തരുന്നതായിരിക്കും. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ് കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഇലകളൊന്നും ആരും കാണാതെ പോകരുത്. ഇത് മാത്രം മതി. കെമിക്കലൊന്നും മേടിച്ച് തലമുടിയിലടിച്ച മുടിയൊന്നും കളയേണ്ട കാര്യമില്ല. നിമിഷ നേരം കൊണ്ട് നമുക്ക് കറുപ്പിച്ചെടുക്കാവുന്നേ ഉള്ളൂ. നരച്ച മുടി എന്തോരം ഉണ്ടെങ്കിലും അത് ഇരുണ്ട ഷെയ്ഡിലേക്ക് നമുക്ക് മുടി നാച്ചുറലായിട്ട് കൊണ്ടുവരാൻ പറ്റുന്നതാണ്. ഇത് നല്ലൊരു തെളിവും കൂടിയാണ്. 100% റിസൾട്ട് കിട്ടുന്നതും കൂടെയാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണെന്ന് കണ്ടു നോക്കാം. ഇതെങ്ങനെയാണ് വീട്ടിൽ നമുക്ക് തയ്യാറാക്കുന്നത് കണ്ടു നോക്കാം. ഹലോ ഫ്രണ്ട്സ്, കേക്ക് ആൻഡ് കേക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതിനായിട്ട് നമ്മുടെ വീടിൻ്റെ പരിസരങ്ങളിലൊക്കെ നമ്മൾ നട്ട് വളർത്തുന്നതാണ് പനിക്കൂർക്കല. ഈ ഒരു പനിക്കൂർക്കലയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്ക് വേണ്ടി ചെമ്പരത്തി പൂവാണ് അല്ലേ. ഈ ചെമ്പരത്തി പൂവിൻ്റെ പനിക്കൂർക്കലയുടെ ഒക്കെ ഔഷധ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. നല്ല റിസൾട്ട് മുടിക്ക് തരുന്നതാണ്. ഇത് പനി ജലദോഷം ഒക്കെ മാറാനൊക്കെ എല്ലാവരും എടുക്കുന്നതാണ് പനിക്കൂർക്കല. അതുപോലെ നമ്മുടെ മുടീനെ നരച്ച മുടീനെ ഇരുണ്ട ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഈ നമ്മുടെ കറിവേപ്പിലയും അതുപോലെ തന്നെ നമ്മുടെ പനിക്കൂർക്കല, പിന്നെ നമ്മുടെ ചെമ്പരത്തി പൂവ്. ഇതാണ് നമുക്കിവിടെ വേണ്ടത് കേട്ടോ. അപ്പോൾ നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണേ. എല്ലാവരും പുഴുവോ അതുപോലെ ചിലന്തിയൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ എല്ലാം കളഞ്ഞിട്ട് വേണം നമ്മളിത് ഇങ്ങനെയൊന്ന് പൊടിച്ചെടുക്കാണ്ട്. ഇത് ഒരു തുള്ളി വെള്ളം പോലും ഒഴിക്കാതെ മിക്സിയുടെ ജാറയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക. ഈ പൊടിച്ചെടുക്കുന്ന കൂടെ തന്നെ ഒരു പിടി കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുക. കറിവേപ്പില നമ്മുടെ മുടിക്ക് നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ നമ്മുടെ മുടി സഹായിക്കുന്നത്. അതുപോലെ തന്നെ കാട് പോലെ മുടി വളരും കേട്ടോ. മുടിക്ക് നല്ല നീളം വെക്കാനും ഒക്കെ സഹായിക്കുന്നതാണ് കറിവേപ്പില, പനിക്കൂർക്കല. ഇതെല്ലാം ഇതുകൊണ്ട് എണ്ണ കാച്ചുന്നതൊക്കെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ എല്ലാവരും ഒന്ന് കണ്ടു നോക്കി ട്രൈ ചെയ്ത് നോക്കണേ. ഇനിതേ അത് നമുക്കൊന്ന് വെള്ളം ഒന്നും ഒരു തുള്ളി പോലും ഒഴിക്കാതെ ഞാൻ ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നമ്മുടെ ഇരുമ്പ് ചട്ടിയിലാണ് ഇതൊന്ന് നല്ലപോലെ കരിച്ചെടുക്കണം. ഇരുമ്പ് ചട്ടി തന്നെ എടുക്കുക കേട്ടോ. ഇരുമ്പ് ചട്ടിയിലാകുമ്പോഴത്തേക്കും അതിൻ്റെ ഇരുമ്പിൻ്റെ അംശമൊക്കെ ഉള്ളത് കാരണം ഇരുമ്പിൻ്റെ ഒരിത് വരും. അപ്പോൾ നമ്മുടെ മുടിക്കൊക്കെ വളരെ ഇത് നല്ലതാണ്. നമ്മുടെ മുടിയൊക്കെ നരച്ച മുടിക്കൊക്കെ നല്ലൊരു ഡാർക്ക് ഷെയ്ഡിലേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്നതാണ്. ഇതുപോലെ ഇരുമ്പ് ചെയ്യുന്ന ചട്ടി തന്നെ ഇതൊന്ന് നല്ലപോലെ കരിച്ച് വറുത്തെടുക്കുക. അപ്പോൾ ഞാനിത് അത് നല്ലപോലെ അതിൻ്റെ ഒരു വെള്ളമായി, സാധാരണ ഈ ഇലകളുടെ ഒരു വെള്ളമായി നല്ലൊന്ന് ഇതായി കഴിയുമ്പോൾ നല്ലപോലെ കറുത്ത് നല്ലപോലെ കരിച്ച് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് അരിക്കുക എടുക്കുക ഒന്നും വേണ്ട. കാര്യം നമ്മൾ ആദ്യമേ ഒന്ന് പൊടിച്ചെടുത്തത് കാരണം ഇനി അത് എടുക്കേണ്ട കാര്യമില്ല. ഇത് നല്ലപോലെ ഒന്ന് കട്ടയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അടച്ച് എടുത്തതിന് ശേഷം നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ആവശ്യമുള്ളത് മാത്രം എടുത്താൽ മതി. ഒരുപാടൊന്നും എടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ചെറിയ ചെറിയ നെറ്റി സൈഡുകളിലൊക്കെ നരകളില്ല, ചെറിയ ചെറിയ നരകൾ മാറാനും ഈ ചെടിയുടെ പുറകിലായിട്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളിലെ നരകളൊക്കെ ഉണ്ട്. ചെറിയ ചെറിയ ഹെയറിനൊക്കെ നരകളുണ്ടെങ്കിൽ അതെല്ലാം മാറാനും സഹായിക്കുന്നതാണ് കേട്ടോ. ഇത് ആഴ്ചയിൽ 3 പ്രാവശ്യം നിങ്ങൾ തലയിലേക്ക് യൂസ് ചെയ്താൽ മതി. നാച്ചുറലാണ്. കെമിക്കൽ അടിക്കുന്ന പോലെ പെട്ടെന്ന് കറുത്ത് വരത്തില്ലെങ്കിലും ഇത് തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുവാണെങ്കിൽ നല്ലൊരു റിസൾട്ട് നമ്മുടെ മുടിക്ക് വരുന്നതാണ്. അലർജി കാര്യങ്ങൾ ചൊറിച്ചിലൊന്നും ഉണ്ടാകത്തില്ല. മുടിക്ക് വളരെ നല്ലതാണ്. കണ്ടില്ല, ഈ ഒരു കളറായിരിക്കും നമ്മുടെ മുടിയിൽ വരുന്നത് കേട്ടോ. ഇത് വെള്ളത്തിൽ തൊട്ട് കഴുകിയാൽ പോലും അത് പോകത്തില്ല. ഞാൻ ലൈവായിട്ട് കാണിച്ചു തരാം. പെട്ടെന്ന് കയ്യിൽ നിന്നും പോകുന്നൊന്നും ഇല്ലായിരുന്നു കേട്ടോ. നല്ലൊരു റിസൾട്ടാണ്. ഇത് നമുക്ക് തലയിലേക്ക് യൂസ് ചെയ്യുവാണെങ്കിൽ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും പിന്നെ വെളിച്ചെണ്ണ നിങ്ങൾ ഇങ്ങനെ ഒഴിച്ചതിന് ശേഷം തലമുടിയിലേക്ക് കുളിക്കുന്നതിന് മുമ്പ് തലമുടി ഫുള്ളും നല്ലപോലെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾക്കൊക്കെ നല്ലപോലെ മുടി വളരാനും അതുപോലെ തന്നെ മുടിക്കായ, താരൻ ഇതൊക്കെ പോകാനും വളരെ നല്ല രീതിയിൽ പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിലും ആൺകുട്ടികൾക്കാണെങ്കിലും ഇത് യൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മൾ താളി വെച്ചോ അല്ലെങ്കിൽ ഷാമ്പു, വീര്യം കുറഞ്ഞ ഷാമ്പു ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് ഒന്ന് കഴുകി വിട്ടാൽ മാത്രം മതിയാകും കേട്ടോ. ഇപ്പം ഞാൻ അതെൻ്റെ കൈ പുരട്ടിയിട്ട് ഇങ്ങനെ കണ്ട വെള്ളത്തിലൊന്നും ഇട്ടിട്ട് പോലും അത് പോകുന്നില്ല കേട്ടോ. അത്രയ്ക്ക് നല്ല റിസൾട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടും നമ്മുടെ ഫാമിലിയിൽ ഒന്ന് ജോയിൻ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് വെച്ചേക്കണം. എന്നാലേ ഞാൻ ഇടുന്ന വീഡിയോസിനെല്ലാം നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് കണ്ടില്ല, എൻ്റെ പപ്പായുടെ ചെറിയ ഒരു ഭാഗത്തെ ചെവിയുടെ ഇവിടുത്തെ ഹെയർ ഉണ്ടല്ലോ അതിലാണ് കൂടുതൽ നര പോലെ തോന്നിയത് കേട്ടോ. അപ്പോൾ അവിടേക്ക് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എനിക്ക് നല്ലൊരു റിസൾട്ട് കണ്ടു. അപ്പോൾ ഞാൻ ഇതിന് ശേഷം ഞാനിപ്പം പപ്പ ഒക്കെ പുരട്ടി കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഇത് കഴുകി കളഞ്ഞത് കേട്ടോ. പക്ഷെ 5 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് നല്ലൊരു ആ മുടി ഇരുണ്ട ഷെയ്ഡിലേക്ക് വരുന്നത് കാണാൻ പറ്റും കേട്ടോ. ഇരിക്കെ നല്ല രീതിയിൽ തന്നെ കറുത്ത് വരികയും ചെയ്യും കേട്ടോ. ഇനി ഒരു കുസൃതി ചോദ്യം ചോദിക്കാവേ, ഒരു ഉത്തരം പറയണേ. നമ്മുടെ മുന്നിലുണ്ട് പക്ഷെ ഒരിക്കലും കാണാൻ പറ്റില്ല, അത് എന്ത്? അറിയാവുന്നവർ കമൻറ്റ് ബോക്സിൽ വന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ ഞാൻ എൻ്റെ പപ്പായുടെ തലയിൽ ആ മിക്സ് തേച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം കഴിക്കുമ്പോൾ നല്ലൊരു റിസൾട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെയാണ് ഇത് കണ്ടില്ല, എൻ്റെ ഇക്കയുടെ മീശയിലും എല്ലാം ഇത് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടത് തന്നെയാണ്. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഷെയർ ചെയ്തുകൊണ്ട് സപ്പോർട്ടും കൂടെ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള, അടുത്ത വീഡിയോ അടിപൊളി ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും ബായ്.